ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് SSM സർവീസ് വെച്ചിട്ട് വിൻഡോസിൻ്റെ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ മറന്നുപോയ പാസ്വേഡ് നമുക്ക് എങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് SSM സർവീസ് വെച്ചിട്ട് തന്നെ CLI അല്ലെങ്കിൽ പവർ ഷെൽ കമാൻഡ് വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാമായിരുന്നു. ഇത് വേറെ മെത്തേഡാണ്. നമുക്ക് റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് EC2 ഡാഷ്ബോർഡിലാണ്. ഓൾറെഡി ഒരു സെർവർ റണ്ണിങ് ആണ്. വിൻഡോസ് 2016 റണ്ണിങ് ആണ്. ഞാൻ ഗിറ്റ് കീ എന്ന് പറഞ്ഞ കീ പെയർ വെച്ചിട്ടാണ് ഞാൻ സെർവർ ഇൻസ്റ്റാൾ ചെയ്തത്. അത് വെച്ചിട്ട് ഞാൻ ഡിഫോൾട്ട് പാസ്വേഡ് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പാസ്വേഡ് മാറ്റിയായിരുന്നു. ആ പാസ്വേഡ് ഞാൻ മറന്നുപോയി. എനിക്ക് ഇനി റീസെറ്റ് ചെയ്യണം പാസ്വേഡ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ SSM സർവീസിൽ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ അതേപോലെ തന്നെ EC2 SSM പെർമിഷൻ ഞാൻ അലോ ചെയ്തിട്ടുണ്ട്. റോള് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ SSM സർവീസിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഫ്ലീറ്റ് മാനേജറിൽ വരിക, താഴത്തേക്ക് വരുമ്പോൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എൻ്റെ വിൻഡോസ് സെർവർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ആ വിൻഡോസ് 2016 എന്ന് പറഞ്ഞ സെർവർ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റൻസ് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴത്ത് റീസെറ്റ് പാസ്വേഡ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ ഏത് യൂസർ നെയിമാണോ മാറ്റേണ്ടത് അവിടെ അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരവിടെ താഴത്ത് പറയുന്നുണ്ട് ബിഫോർ റീസെറ്റ് ദ പാസ്വേഡ് പെർമിഷൻ കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ KMS കീ എൻക്രിപ്ഷൻ ആഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡാണ് ഞാൻ മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ യൂസർ നെയിം അടിച്ചു കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് എറർ കിട്ടും. എൻക്രിപ്ഷൻ ഈസ് മാൻഡേറ്ററി, അതായത് എൻക്രിപ്ഷൻ എന്തായാലും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇന്ന സ്ഥലത്ത് SSM സെഷൻ മാനേജറിൻ്റെ പ്രിഫറൻസിൽ പോയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ മാനേജറിൽ പോവാം. SSM സർവീസിൽ തന്നെ അവിടെ പ്രിഫറൻസ് സെലക്ട് ചെയ്യുക. അവിടെ ഇപ്പോൾ KMS എൻക്രിപ്ഷൻ ഡിസേബിൾഡ് ആണ്. അത് എഡിറ്റ് നോക്കിയിട്ട് അവിടെ എനേബിൾ ചെയ്യണം. ഇവിടെ ഇപ്പോൾ എനേബിൾ ചെയ്യുമ്പോൾ സെലക്ട് ഒന്നര ARN പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കീ പെയർ KMS കീ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ KMS കീ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ താഴത്ത് തന്നെ ക്രിയേറ്റ് ന്യൂ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കീ അവിടെ കാണിക്കും, അത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സിമെട്രിക്കാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക. അഡ്വാൻസ് ഓപ്ഷനിൽ കാണാം KMS ആണ്. സിംഗിൾ റീജിയൻ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏലിയസ് നെയിം എന്താണെന്ന് വെച്ചിട്ട് നെയിം കൊടുക്കുക. ഞാൻ SSM കീ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഡെമോ കീന്ന് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ടാഗ് നെയിം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ പെർമിഷൻ, ഈ കീ ആരാണ് മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ആ യൂസറെ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ശ്യാംകുമാർ എന്ന് പറഞ്ഞ യൂസറുണ്ട്. ആ യൂസറെ ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. ഞാനിപ്പോൾ EC2 റോള് പറഞ്ഞു കൊടുക്കുന്നില്ല. നമുക്ക് ആദ്യം യൂസറെ പെർമിഷൻ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം. അത് ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. ഇവിടെ ഇതിനകത്ത് ഞാൻ ശ്യാംകുമാർ എന്ന് പറഞ്ഞ യൂസറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. റോള് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കീ റിവ്യൂ ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കീ ഇനി നമുക്കൊന്ന് അവിടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സെഷൻ മാനേജറിൽ തന്നെ വന്നിട്ടൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്തിട്ട് ഒന്നും കൂടി എഡിറ്റ് സെലക്ട് ചെയ്യുക. KMS എനേബിൾ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കീ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ കീ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ ലോഗും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല. സേവ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ കീ എനേബിൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരെ ഫ്ലീറ്റ് മാനേജറിൽ തന്നെ വന്നതിന് ശേഷം സ്റ്റാർട്ട് സെഷനല്ല, നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് സെഷൻ ഇവിടെ നിന്നാണെങ്കിൽ പവർ ഷെൽ CLI കമാൻഡ് വെച്ച് മാറ്റാവുന്നതാണ്. നമുക്ക് റീസെറ്റ് പാസ്വേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലീറ്റ് മാനേജറിൽ വന്നു, ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തു. താഴത്ത് റീസെറ്റ് പാസ്വേഡ് സെലക്ട് ചെയ്യുക. ഏത് യൂസർ നെയിമാണോ ആ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് സബ്മിറ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോഴും വർക്കിംഗ് അല്ല. നമുക്ക് ആ കൺസോൾ കിട്ടി, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എറർ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനത് ഇപ്പോൾ വർക്ക് ചെയ്യില്ല. ഞാൻ ഡൺ കൊടുക്കുവാണ്. അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ആ എറർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അവർ പറയുന്നുണ്ട് കണക്ഷൻ എററാണ്. യുവർ സെഷൻ ഹാസ് ബി ടെർമിനേറ്റഡ് ഫോർ ദ ഫോളോയിങ് എറർ. പെർമിഷൻ ആക്സസ് ഡിനൈഡാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് പെർമിഷൻ കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ യൂസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ശ്യാംകുമാർ എന്ന് പറഞ്ഞൊരു യൂസറിന് മാത്രമേ ഞാൻ അസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് EC2 ആ റോളും കൂടി പറഞ്ഞു കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഫസ്റ്റ് വായിച്ച് നോക്കുക, എന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ KMSൻ്റെ കൺസോളിൽ ഒന്നും കൂടി വന്നു. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കീ എടുക്കുവാണ്, എഡിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ കാണാം കീ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ശ്യാംകുമാറാണ്. അത് ഓൾറെഡി ഉണ്ട്. റോള് ഇതിനകത്ത് വേണ്ട. നമുക്ക് കീ ഡിലീഷൻ, അതായത് കീ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കീ യൂസർ ഉണ്ട്. ആ കീ യൂസറിൽ നമുക്ക് ആ റോളും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. റോള് ആ EC2 ഇൻസ്റ്റൻസിനാണ് അത് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെയാണ് ആ റോള് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ താഴത്ത് പറയുന്നുണ്ട് ദ ഫോളോയിങ് IAM യൂസർ ആൻഡ് റോൾ ഇവിടെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത EC2ൻ്റെ SSM റോളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി സേവ് ആണ്. നമുക്ക് ഒന്നും കൂടി പോയിട്ട് SSM സർവീസിൽ വന്ന് ഒന്നും കൂടി റീസെറ്റ് പാസ്വേഡ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ യൂസർ നെയിം പറഞ്ഞു കൊടുത്തു, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ പാസ്വേഡ് അടിക്കാനുള്ള കൺസോളിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് പാസ്വേഡാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്തപ്പോൾ അവർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് പോളിസി റിക്വയർമെൻറ്റ്, അതായത് ലെങ്ത്തും കാര്യങ്ങളെല്ലാം മാച്ച് അല്ല, ലെങ്ത് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആൽഫബറ്റും @ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ് അവർ പറയുന്നത്. ഞാനപ്പോൾ ഒന്നും കൂടി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടി റൺ ചെയ്യുവാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ IAM സർവീസിനകത്ത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര പെർമിഷൻ, പാസ്വേഡ് ലെങ്ത്ത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്തു. ഞാൻ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ ഇപ്പോൾ കൊടുക്കുവാണ്, @ നമ്പറും എല്ലാം വെച്ചിട്ട്. ഞാനിപ്പോൾ പാസ്വേഡ് @123 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഡൺ കൊടുക്കുക. സക്സസ്ഫുൾ ആയെങ്കിൽ ഡൺ ആയി, ഇത് വർക്കിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് RDP കണക്ട് ചെയ്ത് നോക്കാവുന്നു. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് വെച്ചിട്ട് റീസെറ്റായി. ഈ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. ഞാനപ്പോൾ RDP കണക്ഷൻ എടുത്തു. പാസ്വേഡ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പാസ്വേഡ് ഇവിടെ കൊടുക്കുവാണ്. പാസ്വേഡ് @123 എന്നാണ്. ഞാൻ ഓക്കെ കൊടുക്കുവാണ്. ഇപ്പോൾ എനിക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്റ്റ് ആയിട്ടുണ്ട്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് Method-2 ആണത്. അതായത് ഈ രീതിയിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പാസ്വേഡ് റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ PowerShell കമാൻഡ് വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. സ്റ്റാർട്ട് സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ PowerShell കമാൻഡ് അറിയാവുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക.